ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഓണത്തെക്കുറിച്ച് ചെയ്ത ഒരു വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ ഒന്ന് പരിശോധിക്കും. ഒപ്പം തന്നെ ഓണത്തെ സംബന്ധിച്ച് വീണ്ടും ചില പ്രഘോഷണങ്ങൾ ഉണ്ടാകാനിടയായി. അവയുടെ സത്യസ്ഥിതിയെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം. വാസ്തവത്തിൽ ഓണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷങ്ങളെ സംബന്ധിച്ചാണോ ഇത്തരം വീഡിയോകളിൽ നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ വ്യക്തമായുള്ള ഉത്തരം അല്ല. വിശ്വാസസംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ ഉത്തേജിക്കപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ബോധമുണർത്തുകയുമാണ് സുവിശേഷ പ്രഘോഷണത്തിൽ. പിന്നെ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ നിവൃത്തികേട് കൊണ്ടാണ്. വീണ്ടും വീണ്ടും ഒരു സാംസ്കാരിക ആഘോഷത്തെ അവമതിക്കുന്ന രീതിയിൽ, വിശ്വാസികളെ സന്ദേഹത്തിലാക്കുന്ന രീതിയിൽ പ്രഘോഷണങ്ങൾ ഉണ്ടാകുന്നു. വീഡിയോയ്ക്ക് കമന്റായി വന്ന ചോദ്യങ്ങളിലും അത്തരം ചില സൂചനകൾ കാണാം. അതുകൊണ്ട് ഒരാൾ പറഞ്ഞ സംശയം ഞാൻ ഈ പറഞ്ഞതാണ്. ഓണത്തെക്കുറിച്ചാണോ നമ്മൾ പറയേണ്ടത്? നമ്മൾ ദൈവത്തെക്കുറിച്ചല്ലേ? നിശ്ചയമായും ദൈവത്തെക്കുറിച്ചാണ് പറയേണ്ടത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കേണ്ടത്. പക്ഷെ ആനുകാലിക ലോകത്ത് വിശ്വാസികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇത് മാറുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഓണം ഒരു പൈശാചിക ആഘോഷമെന്ന നിലയ്ക്ക്, അതിലൂടെ പിശാച് കടന്നു വരുന്നു എന്ന നിലയ്ക്കുള്ള പ്രഘോഷണങ്ങൾ, അവ വിരുദ്ധമായ ഒരു സ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കും. വേറൊന്ന്, ഇത് വിശ്വാസാചാരത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള ശ്രമം ഉണ്ടാവും. ഇപ്പൊ ദേവാലയത്തിനകത്ത് വെച്ച് ഓണം ആഘോഷിക്കേണ്ടതുണ്ടോ? ഓണക്കുർബാന നടത്തേണ്ടതുണ്ടോ? ഓണത്തിന് കന്യാസ്ത്രീകൾ തിരുവാതിര കളിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവയൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അകക്കാമ്പിലേക്ക് ക്രൈസ്തവമായ ഒരു ആചാരത്തെ കൂട്ടിച്ചേർക്കുന്ന പ്രവൃത്തിയാണ്. അവയൊന്നും ശരിയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. അത്തരത്തിൽ ചെയ്യുന്നത് വിശ്വാസത്തിന് എതിരായ പ്രവൃത്തിയാണ് എന്ന് തന്നെ വേണം കരുതാൻ. ഓണം ആഘോഷിക്കുന്നത് പൊതുവായിട്ടാണ്, പൊതുജനതയാണ്. ആ ജനതയുടെ സാംസ്കാരിക ആഘോഷത്തിൽ പങ്കുചേരുക എന്ന ഭാഗം നമുക്ക് വിട്ടുകളയാൻ കഴിയില്ല. ഇനി അത്തരം ആഘോഷങ്ങളിലൂടെ പൈശാചിക തിന്മകൾ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ, ആ പൈശാചിക തിന്മകൾ കടന്നു വരുന്നു എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നത് ഒരു മതമൗലികവാദമാണ്. മതമൗലികവാദത്തെ സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇതര മത സംവാദങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും സഭയ്ക്കുണ്ട്. ഇനി ഇതെന്താണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? വത്തിക്കാൻ കൗൺസിൽ രേഖകളും സഭാപ്രബോധനങ്ങളും കൂട്ടിച്ചേർക്കുക. വാസ്തവത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. വത്തിക്കാൻ കൗൺസിൽ അടക്കമുള്ള പ്രമാണ രേഖകളെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല. അവയെല്ലാം വ്യക്തമായി കാലത്തിനനുസൃതമായി സഭ വ്യാഖ്യാനിച്ചവയാണ്. അവയ്ക്ക് പൊതുവ്യാഖ്യാനങ്ങളുടെ ആവശ്യം ഇല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അവയെ നമുക്ക് ഉദ്ധരിക്കാം. അവ ഉദ്ധരിക്കുമ്പോൾ തന്നെ അവ എവിടെ നിന്നെങ്കിലും ഒരു ഖണ്ഡിക എടുത്ത് അതിനകത്ത് ഏതെങ്കിലും ഒരു വാക്യത്തെക്കുറിച്ച് മാത്രമല്ല പറയേണ്ടത്, അത് പൊതുവായി ഉന്നയിക്കുന്ന കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. അത്തരത്തിലുള്ള പ്രഘോഷണങ്ങളല്ല നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. നമ്മൾ സാമാന്യഗതിയിൽ കാണുന്ന ഒരു കാര്യം, ഒന്ന് എതിർപ്പിന്റെ രീതിയാണ്, ഒന്ന് അതുമായി ഇഴുകിച്ചേരുന്ന രീതിയാണ്. ഇഴുകിച്ചേരുന്ന രീതി ഒരിക്കലും സഭ അംഗീകരിക്കുന്നില്ല. ഒരു ആരാധന ആഘോഷത്തെയും സഭ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നുമില്ല. നമ്മൾ മറ്റു ജനതകളുമായി ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമായി ജീവിക്കണമെന്നും സാംസ്കാരികമായ അംശങ്ങളെ സ്വീകരിക്കണമെന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്നത്, ഇത്തരം സാംസ്കാരിക ആഘോഷങ്ങളുടെ പിന്നിൽ സാത്താനിക ശക്തിയുണ്ട്, അവ ആഘോഷിക്കുന്നതിലൂടെ സാത്താൻ കടന്നു വരുമെന്നാണ്. ഈ സാത്താൻ കടന്നു വരും എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ അബദ്ധമുള്ളത്, പൈശാചിക തിന്മകൾ അപ്രകാരം കടന്നു വരും എങ്കിൽ നമുക്ക് സാംസ്കാരികമായി ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ഒരു സംസ്കാരവും ഒറ്റയായിട്ടുള്ളതല്ല, തനത് രൂപമുള്ളതല്ല, എല്ലാം കലർപ്പാണ്. സാധാരണഗതി നമ്മൾ ഓണം എന്ന ആഘോഷത്തിലൂടെ ഒരു പൈശാചിക ഭാവം നമ്മിലേക്ക് കടന്നു വരും എന്ന് വിശ്വസിച്ചാൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള സാംസ്കാരികമായ ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ട്. താലി നമ്മുടേതല്ല. താലി ഈ സംസ്കാരത്തിൽ നാം കടം കൊണ്ടൊന്നാണ്. ആ താലിയെ ക്രൈസ്തവമായ സാംസ്കാരികമായ ചിഹ്നമാക്കി മാറ്റുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് അതിന്റെ സാംസ്കാരിക അംശത്തെ എടുത്തുകൊണ്ടാണ്, അതേസമയം വിശ്വാസത്തെ എടുത്തുകൊണ്ടല്ല. ഒരു സഹോദരൻ പങ്കുവെക്കുകയുണ്ടായി, പണ്ട് ഇത് പൊതുവായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. വളരെ ശരിയാണത്. ക്ലബ്ബുകളിലൊക്കെ ആഘോഷിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ വിശ്വാസപരമായ ഒരു ഭാഗം ഒരിക്കലും കേരള സമൂഹം ഏറ്റെടുത്തതായി കാണാൻ കഴിയില്ല. എല്ലാം ഏറ്റെടുത്തത് അതിന്റെ ആഘോഷപരമായ കാര്യങ്ങളെയാണ്. അവയിലുള്ള നന്മകളെയൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇനി വിശ്വാസപരമായി അതിനെ കാണുന്നവരുണ്ടെങ്കിൽ അവർ അപ്രകാരം ആചരിക്കുന്നതിനെ നമുക്ക് എതിർക്കാനോ ധിക്കരിക്കാനോ കഴിയില്ല. അവയെ വിമർശിക്കേണ്ട കടമയും നമുക്കില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അറിഞ്ഞു ചെയ്യാം. അപ്പോഴാണ് വിശ്വാസത്തിന്റെ ഭാഗമായ
ആരാധനാഘോഷത്തിന്റെ ഭാഗമായ കുർബാന ഓണത്തെ പ്രതിയാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ ഓണക്കുർബാന ചെല്ലുന്നു, മാവേലിയെ വരവേൽക്കാൻ ബോർഡ് വെക്കുന്നു. അത്തരം കാര്യങ്ങൾ ദേവാലയങ്ങളിൽ ചെയ്യുന്നത് അപലപനീയമാണ്, അവ ചെയ്യേണ്ടതല്ല. അത് സാംസ്കാരിക അനുരൂപണത്തെ തെറ്റിദ്ധരിക്കുന്നത് മൂലം ചെയ്യുന്ന പ്രവൃത്തിയായിട്ടും നമുക്ക് കാണാൻ പറ്റണം. ഓണം മറ്റുള്ളവരുമായി പങ്കുചേർന്ന് ആഘോഷിക്കേണ്ടതാണ്. അതിൽ വിശ്വാസപരമായ ഒരു രീതി കൊണ്ടുവരുന്നത് അപകടകരമാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കാതെയാണ് ചില ആളുകൾ നമ്മൾ അങ്ങനെ ദേവാലയത്തിൽ ഓണം ആഘോഷിക്കുന്നതിന് അനുകൂലമായി പറഞ്ഞു എന്ന നിലയ്ക്ക് കമന്റുകൾ ചെയ്തത്. അത് തെറ്റിദ്ധാരണയാണ്. വ്യക്തമായി പറഞ്ഞിരുന്നു, അത് വിശ്വാസപരമായ ഒരു കാര്യമായി സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇനി ഓണാഘോഷം ഒരു ഹൈന്ദവ ആരാധനയുടെ ഭാഗമാണെന്ന് പറഞ്ഞതിന് വിയോജനക്കുറിപ്പ് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഹൈന്ദവമായ ആരാധനകളൊക്കെ കർമ്മവിധി പ്രകാരമുള്ളവയാണ്, അവയ്ക്ക് കാർമ്മികനുണ്ട്. അങ്ങനെ ഒരു കാർമ്മികനുള്ള ഒരു ക്രമമല്ല ഓണത്തിൻ്റെത്. അത് ആഘോഷിക്കുന്നത് വീടുകളിലാണ്. പൂക്കളം ഇടുന്നതിനകത്ത് പൈശാചിക ആരാധനയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാധിക്കാൻ എപ്പോഴും അവകാശം ഹൈന്ദവ ദർശനം അനുസരിച്ച് പുരുഷന്മാർക്കാണ്. സ്ത്രീകൾ ആരാധനയ്ക്കായി കാർമ്മികത്വം വഹിക്കാറില്ല. മാവേലിയെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നത് സ്ത്രീകളാണ്, പൂടുന്ന സ്ത്രീകളാണ്. ആഘോഷം ഒരു കേവലാചാരം എന്ന നിലയിൽ തുടർന്നു പോരുന്ന ഒരു ആഘോഷത്തിനകത്ത് ഉള്ള നന്മകളെ സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യുക. അതല്ലാതെ അതിന്റെ വിശ്വാസാചാരപരമായ കാര്യങ്ങളെ സഭ സ്വീകരിക്കുന്നില്ല. അങ്ങനെ ചെയ്തുകൂടെന്നാണ് വത്തിക്കാൻ കൗൺസിൽ പറയുക. ഇനി മോശയുടെ കാലത്തെ, പഴയ നിയമകാലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, നിയമാവർത്തന പുസ്തകവും പുറപ്പാടും ഒക്കെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അന്യവിഗ്രഹങ്ങൾ ആരാധിക്കരുത് എന്നതുമായി കൂട്ടിച്ചേർത്താണ് ഓണത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. വാസ്തവത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പഴയ നിയമകാല ജനത അന്യമത വിദ്വേഷമുള്ള ഒരു ജനതയാണ്. അതല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കാത്തവരെ കൊന്നുകളയണം എന്ന നിലയ്ക്ക് വരെ പറയുന്ന സമൂഹമാണ് പഴയ നിയമത്തിൻ്റെത്. പുതിയ നിയമത്തിലെ കാഴ്ചപ്പാട് അതല്ല, എല്ലാവരും സ്വീകരിക്കുന്ന മനോഭാവമാണ്. യേശു സമരിയാക്കാരിയോട് സുവിശേഷം പറയുന്നു, നല്ല സമരിയാക്കാരന്റെ ഉപമ പറയുന്നു. അങ്ങനെ മതവിദ്വേഷത്തിന്റെ മതിൽക്കെട്ടുകൾ പൊളിച്ചുകൊണ്ടാണ് ക്രിസ്തു സ്നേഹം പ്രഖ്യാപിക്കുന്നത്. ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യം ഉണ്ടാകണം. വാസ്തവത്തിൽ ഇപ്രകാരം ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നവർ എന്തെങ്കിലും തെറ്റായത് സ്വീകരിക്കുകയോ അതിൽ നിന്ന് പൈശാചിക തിന്മകൾ നമ്മിലേക്ക് കടന്നു വരുമെന്ന് പഠിപ്പിക്കുന്നതോ അപകടകരമായൊരു തിന്മയാണ്. വാസ്തവത്തിൽ മറ്റുള്ളവരുമായി സൗഹാർദ്ദത്തിൽ ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്, അതല്ലാതെ അന്യമതങ്ങളെ വിദ്വേഷത്തോടെ കണ്ടുകൊണ്ടല്ല. വിദ്വേഷവും വെറുപ്പും സഭയുടെ പാരമ്പര്യത്തിലുള്ളതല്ല. ക്രിസ്തു പഠിപ്പിച്ച സുവിശേഷ പ്രബോധനം സ്നേഹത്തിൻ്റെതാണ്. സ്നേഹം എന്നത് മറ്റുള്ളവരുടെ ആചാരങ്ങളെ സ്വീകരിക്കുകയോ ആ ആചാരങ്ങളെ നമ്മുടേതാക്കി മാറ്റുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ആഘോഷങ്ങളുടെ നന്മയെ കാണാനും ആ നന്മയുടെ പക്ഷത്ത് നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് എല്ലാ മതങ്ങളും കണക്കാണ്, എല്ലാം കൂടിച്ചേരുകയാണ്, ഒന്നിലും വ്യത്യസ്തതയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. വിശ്വാസം എന്നത് വ്യക്തിപരമായൊരു കാര്യമാണ്. നമുക്ക് വ്യക്തമായ നിലപാടും ബോധ്യവും ഉണ്ട് വിശ്വാസത്തിൽ. നമ്മുടെ വിശ്വാസ ബോധ്യങ്ങൾക്ക് എതിരായവയൊന്നും സ്വീകരിക്കണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നില്ല. വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റു മതങ്ങളുമായി ഇടകലർന്ന് ജീവിക്കാനല്ല, മറ്റുള്ളവരുമായി സൗഹാർദ്ദത്തിലും സഹവർത്തിത്വത്തിലും ജീവിക്കുകയും നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ചെയ്യണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വത്തിക്കാൻ കൗൺസിൽ രേഖകളിൽ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ വാക്യങ്ങൾ എടുത്തിട്ട് സഭ ഇത്തരം ആചാരങ്ങളെ നിഷേധിക്കുന്നു, വിരുദ്ധമായി പറയുന്നു എന്ന നിലയ്ക്ക് പഠിപ്പിക്കുന്നത് ഒരു അബദ്ധം പഠിപ്പിക്കലാണ്. തങ്ങളുടെ ആശയം പഠിപ്പിക്കാൻ വേണ്ടി, മതമൗലികവാദത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. ഒന്ന് ഭയപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ മതമൗലികവാദം പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഒന്ന് ഇഴുകിച്ചേരാം, ഒന്നിലും വ്യത്യസ്തതയില്ലെന്ന് പറയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്രകാരം ചെയ്യുമ്പോഴാണ് ദേവാലയത്തിലെ ആരാധനാക്രമത്തിലേക്കൊക്കെ ഇത്തരം ആഘോഷങ്ങൾ കടന്നു വരുന്നത്. അത്തരം ആഘോഷങ്ങൾ കടന്നു വരുന്നതും അബദ്ധമാണ്. നാം സ്വീകരിക്കേണ്ട നിലപാട് ഇതിനോട് പക്ഷം ചേരാതെയും അതേസമയം തന്നെ വ്യക്തമായ ബോധ്യത്തോടെയും നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ടും അതേസമയം മറ്റു സമൂഹങ്ങളുമായി സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും പങ്കുചേർന്ന് ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. പണ്ടൊക്കെ ഓണം ആഘോഷിച്ചിരുന്ന ക്ലബ്ബുകളായിരുന്നു, പൊതുവായ ആഘോഷങ്ങളായിരുന്നു നടന്നിരുന്നത്. ഇത് വേർതിരിക്കാൻ ശ്രമിക്കുന്നത്, ഈ വിഭാഗീയതര മതിലുകൾ തീർക്കാൻ ശ്രമിക്കുന്നത് തികച്ചും വിശ്വാസവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. അതിലൂടെ ലക്ഷ്യമിടുന്നത് വർഗീയ ധ്രുവീകരണമാണ് എന്ന് നമ്മൾ കാണണം. സമുദായവൽക്കരണത്തിനുള്ള ശ്രമമാണ്. അത്തരം ശ്രമങ്ങളിൽ നമുക്ക് പങ്കാളികളായിക്കൂടാ എന്നാണ് ഓണാഘോഷത്തെക്കുറിച്ച് ചെയ്ത വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഒരു പുരോഹിതൻ തന്നെ ഇങ്ങനെ പ്രഘോഷിക്കുന്നത് കേൾക്കാനിടയായി. സാംസ്കാരിക ആഘോഷങ്ങളിലൂടെ സാപ്താനിക സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുമെന്ന്. ഇത് ഒരു അബദ്ധമാണ്. കാരണം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് മുഴുവനും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടാണ്. നാം കഴിക്കുന്ന ഭക്ഷണം ഏത് മതത്തിൻ്റെതാണെന്ന് നോക്കിയിട്ടല്ല, നാം സ്വീകരിക്കുന്ന
എന്റർടൈൻമെന്റുകൾ ഏത് മതത്തിനാണെന്ന് നോക്കിയിട്ടല്ല, അങ്ങനെയൊക്കെ വിഭാഗീയമായി തിരിച്ച് മനുഷ്യനെ ക്യൂബിക്കുകൾക്കകത്ത് ഒതുക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് തന്നെ തടസ്സമായ കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ വിശ്വാസം പ്രഘോഷിക്കുന്നത്? എല്ലാവരുമായി സൗഹാർദ്ദത്തിൽ ജീവിച്ചുകൊണ്ടാണ്. അങ്ങനെ സൗഹാർദ്ദത്തിൽ ജീവിക്കുമ്പോൾ സഭയുടെ വിശ്വാസം ആ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുന്നുണ്ട്. തിന്മകൾ എപ്പോഴും പുറത്തുനിന്ന് കടന്നു വരും എന്ന് പഠിപ്പിക്കുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. എന്തിനാണ് അപ്രകാരം പഠിപ്പിക്കുന്നത്? ഭയത്തിൽ നിലനിർത്താനാണ്. എല്ലായിടത്തും പ്രശ്നമാണ്, എല്ലാവരിലൂടെയും പ്രശ്നമാണെന്ന് വരുമ്പോൾ അത് അപകടകരമായിട്ട് മാറും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓണത്തിന് ഒരു വീട്ടിൽ നിന്ന് പായസം കൊണ്ടിരുന്നു. അവരുടെ ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ പായസമാണ്. അപ്പോൾ ആ പായസം വന്ന് നമ്മളത് കഴിച്ചാൽ അതിലൂടെ ഒരു തിന്മ കടന്നു വരുമെന്ന് പഠിപ്പിച്ചാലോ? അപ്പോൾ മതിൽക്കെട്ടുകൾ കൂടുതൽ കൂടുതൽ ദൃഢമായി മാറും. അത് നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രഘോഷിക്കാൻ കഴിയുന്ന, വിശ്വാസത്തെ പ്രഘോഷിക്കാൻ കഴിയുന്ന എല്ലാ അവസരങ്ങളെയും നിഷേധിക്കുകയും സ്നേഹത്തിന് വിപരീതമായിട്ട് തീരുകയും ചെയ്യുമെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു കത്തോലിക്ക പുരോഹിതൻ തന്നെ തന്റെ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സാത്താനിക പ്രവേശം ഉണ്ടായി എന്ന് പറയാം. ഈ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അനുഭവങ്ങളൊന്നും പൂർണ്ണരൂപമല്ല. അത് ആ വ്യക്തിയുടെ അറിവും കഴിവും ഒക്കെ അനുസരിച്ച് അയാൾക്കുണ്ടാവുന്ന ബോധ്യങ്ങളിലാണ് അനുഭവങ്ങൾ. അനുഭവങ്ങളൊന്നും സ്വതന്ത്രങ്ങളോ പരിപൂർണമായതോ അല്ല എന്ന് നാം ആലോചിക്കണം. അതുകൊണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി എന്നതുകൊണ്ട് ആ അനുഭവത്തെ പ്രഘോഷിക്കാൻ കഴിയില്ല. പ്രഘോഷണമായി സ്വീകരിക്കാനോ പ്രബോധനമായി സ്വീകരിക്കാനോ സാധ്യമല്ല. അതുപോലെ തന്നെ ബെനഡിക്റ്റ് പാപ്പയുടെ നസ്രത്തിലെ യേശു എന്ന് പറയുന്ന കൃതിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ കൃതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ കൃതി ഒരു വിശ്വാസ പാഠപുസ്തകമല്ല, അത് സഭയുടെ പ്രബോധനമല്ല. ബെനഡിക്റ്റ് പാപ്പ തന്നെ ഈ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഇതിലെന്തെങ്കിലും പെശകുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം എന്ന് വായനക്കാരോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. കാരണം മാർപ്പാപ്പ അത് എഴുതിയത് ഒരു വിശ്വാസം പഠിപ്പിക്കുക, പ്രബോധനപരമായ ഗ്രന്ഥം എന്ന നിലയ്ക്കല്ല, അത് വ്യക്തിപരമായ ഒരു കൃതി എന്ന നിലയ്ക്കാണ് അദ്ദേഹം അത് രചിച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതും അബദ്ധമാണ്. പിശാച് നുഴഞ്ഞു കയറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് പറയാൻ വേണ്ടി 3 ദൈവവചനങ്ങളാണ് ഒരു പ്രഘോഷണത്തിൽ ഞാൻ കേൾക്കാനിടയായത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ 3:1 പിശാച് പ്രലോഭകനാണ്. ആ പ്രലോഭകനായ പിശാച് ഹവ്വയോട് പറയുന്ന വാക്കുകളാണ്. ഇതിനേക്കാൾ വ്യക്തമായ ചില ചോദ്യങ്ങൾ, ഓണത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കണമോ, ഈ സന്തോഷത്തിൽ പങ്കുചേരണമോ എന്നാണ് ഈ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതെങ്കിൽ അതിനേക്കാൾ വ്യക്തമായ നിരവധി പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ സമ്പത്ത് ആർജിക്കുന്നതിനെ സംബന്ധിച്ച്, അതേപോലെ ജീവിത സുഖഭോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച്, സ്വാർത്ഥത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രലോഭനങ്ങൾ നിരവധിയായിട്ട് നമ്മുടെ ചുറ്റുപാടുണ്ട്. അവയൊക്കെ എങ്ങനെ നിഷേധിക്കണമെന്ന് പറയാനായിട്ട് നമുക്ക് ഈ വചനത്തെ ഉപയോഗിക്കാം. പിശാച് സ്നേഹത്തിന്റെയും കരുതലിന്റെയും രൂപത്തിലാണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് ഒരു പ്രഘോഷണം. യഥാർത്ഥത്തിൽ പിശാച് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഷയെ സംസാരിക്കുന്നതല്ല. ഈ ലോകവുമായി രമ്യപ്പെട്ടു പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നൊരു ചോദ്യമാണ് എന്റെ പുറകിലുള്ളത്. അപ്പൊ ഹവ്വയോട് ഈ പഴം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പിശാച് ചോദിക്കുന്നു. അതേപോലെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ, ജീവിത ചുറ്റുപാടിൽ ചോദിക്കുന്നുണ്ട്. മദ്യപിക്കുന്നത് തെറ്റാണെന്ന് വചനം പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ പുകവലിക്കരുതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇനി മറ്റൊന്ന്, സമ്പത്ത് ആർജിക്കരുതെന്ന് സഭ പറഞ്ഞിട്ടുണ്ടോ? വിശ്വാസം പഠിപ്പിക്കുന്നുണ്ടോ? ഇതിലൊക്കെ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ വരും. ഇതൊക്കെ പ്രലോഭനമാണെന്ന് വിശ്വാസത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം. ആ പ്രലോഭനങ്ങൾ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് സഭ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, യേശുവിനോട് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ പിശാച് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക, നിന്നിൽ തന്നെ ആശ്രയിക്കാൻ പറയുക. അങ്ങനെ നിന്നിൽ തന്നെ ആശ്രയിക്കാൻ പറയുന്നത് ഒരു പ്രലോഭനമാണ് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പ്രലോഭനത്തിൽ വീഴാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഈ പരീക്ഷണത്തിൽ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കല്ലുകൾ അപ്പമാകാൻ പറയുന്നത് വ്യക്തിപരമായ നിന്റെ കഴിവ് ഉപയോഗിച്ച് നീ ജീവിക്കാൻ ശ്രമിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ദൈവമാണ് ജീവിതത്തിന്റെ നിയന്താവ് അല്ലെങ്കിൽ ജീവന്റെ കേന്ദ്രം എന്ന് പറയാൻ വേണ്ടിയാണ് ആ വചനം അവിടെ ഉപയോഗിക്കുന്നത്. ആ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രലോഭനത്തെ അതിജീവിക്കേണ്ടത് എങ്ങനെയെന്നും സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട്. അത് അതേപോലെ തന്നെ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 22-ാം തിരുവചനത്തിൽ പത്രോസ് പ്രലോഭനത്തിന് വിധേയനാകുമ്പോൾ അവിടെ പറയുന്നത്, കർത്താവ് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് യേശുവിനോട് അനുകമ്പ കാണിക്കുന്നതായിട്ട് കാണിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന എന്താണ്? എന്ത് പറയാൻ വേണ്ടിയാണ് ആ വചനോട് ഉപയോഗിച്ചത്? ദൈവം അല്പം മുമ്പ് സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് യേശു എന്ന് പത്രോസിനെ പ്രഘോഷിക്കാൻ അറിവ് കൊടുത്തു. ആ അറിവ് സ്വന്തം കഴിവാണെന്ന് വിശുദ്ധ പത്രോസിന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഉപദേശിക്കുന്ന ഘട്ടത്തിലേക്ക് പത്രോസ് വരുന്നത്. പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും പറയുമ്പോൾ ഉദ്ധാനത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുമ്പോൾ അത് പത്രോസിന്റെ മാനുഷികതയിൽ നിന്നാണ്.
എന്താണിത് വെളിപ്പെടുത്തുന്നത്? ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത്, സ്വന്തം മനസ്സിന്റെ ചിന്തകളല്ല സ്വീകരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ് ആ വചനഭാഗം അവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അത് മനസ്സിലാക്കാതെ പിശാച് ഇങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ചു വരുന്നുണ്ട്, അങ്ങനെ സൗഹാർദ്ദമായിട്ട് വരും എന്ന് പറയുമ്പോൾ എല്ലാ സൗഹാർദ്ദങ്ങളെയും സംശയിക്കാനിടയാകുന്ന രീതിയിലേക്ക് അത് മാറും. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പുള്ള ബോധ്യം ഉണ്ടാകാണ് വേണ്ടത്. ആ ഉറപ്പിതാണ് ദൈവം വെളിപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിലാണ് വെളിപ്പെട്ടത്, ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കാൻ അന്യമത ദർശനങ്ങളുടെ ആവശ്യമില്ല എന്ന കാര്യമാണ് പറയുന്നത്. ആ ദർശനങ്ങൾ സ്വീകരിക്കാൻ നമ്മളും പറഞ്ഞിട്ടില്ല, ഒരു ദർശനങ്ങളിലേക്കും പോകേണ്ട കാര്യമില്ല, ക്രിസ്തുവിൽ സമ്പൂർണ്ണതയുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നു. അതേസമയം മറ്റു മതദർശനങ്ങളെ അവഹേളിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യേണ്ട കാര്യം നമുക്കില്ല. ആ ദർശനങ്ങളിലൂടെയും അവർ കടന്നു പോകുമ്പോൾ അവരെ രക്ഷിക്കാനും പരിശുദ്ധാത്മാവിന് അറിയാമെന്ന് സഭാപ്രബോധനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം അറിയാത്ത വഴികളിലൂടെ അവരെ നയിക്കാൻ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതര മതങ്ങളിൽ വിഗ്രഹാരാധനയുണ്ട്, മതസങ്കല്പങ്ങളിൽ. നമ്മളൊരു മതമല്ല എന്ന് ആദ്യം അറിയണം, നമ്മളൊരു സമുദായമോ മതമോ അല്ല. ക്രിസ്തു ശിഷ്യരാണ്, അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, സഭയാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം ഈ ലോകത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ വ്യർത്ഥതകളിൽ കുടുങ്ങരുതെന്ന് തന്നെയാണ്. വ്യർത്ഥതകളിൽ കുടുങ്ങാതെ സ്വാതന്ത്ര്യമുള്ളവരായി ജീവിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യമുള്ളവരായി ജീവിക്കണമെന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ക്രിസ്തുവാകുന്ന പരമ നന്മയിലേക്ക് വളരാൻ ലോകത്തെ നാം പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം വഴിയാണ്. നമ്മുടെ പ്രഘോഷണം നമ്മുടെ ജീവിതം തന്നെയായിട്ടാണ് മാറേണ്ടത്. മറ്റുള്ളവരിൽ നിന്ന് അകന്ന് എല്ലാവരെയും എതിർത്ത് മറ്റുള്ളവരെയൊക്കെ നികൃഷ്ടരായി കരുതി അവരിലുള്ളതൊക്കെ പൈശാചികതയാണ് എന്ന് പഠിപ്പിക്കുന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ നമ്മെ ഐസൊലേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. നമ്മളിങ്ങനെ ഒരു മതിൽക്കെട്ടിനകത്താക്കി നിർത്താനാണ്. സാർവത്രികമായ മാനം സഭയ്ക്ക് നഷ്ടപ്പെടുന്ന രീതിയാണത്. അത് മതമൗലികവാദത്തിൻ്റെതാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. അത്തരം പ്രഘോഷണങ്ങളിൽ നാം കുടുങ്ങിപ്പോകാൻ ഇടയാകരുത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇതര മതങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് നല്ലതാണ്. അത് നമുക്കൊന്ന് ശ്രമിക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ കാഴ്ചപ്പാടുകൾ. മറ്റു മതങ്ങളിൽ നന്മയും സത്യവുമായ അംശങ്ങളുണ്ട്. ജനതകളുടെ പ്രകാശം. മറ്റു മതങ്ങളിൽ മതപരവും മാനുഷികവുമായ അനേകം അമൂല്യ സത്യങ്ങളുണ്ട്. സഭ ആധുനിക ലോകത്തിൽ ദൈവാനുഭവത്തിന്റെ വിത്തുകൾ അവയിലുണ്ട്. സത്യത്തിന്റെയും പ്രസാദപരത്തിന്റെയും വിത്തുകൾ മറ്റു മതങ്ങളിൽ ദൃശ്യമാണ്. വചനത്തിന്റെ വിത്തുകളും എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിന്റെ രശ്മികളും മറ്റു മതങ്ങളിലുണ്ട്. അതിനാൽ മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും അവരുടെ ആധ്യാത്മിക സമ്പത്തിനെ ആദരിക്കാനും സഭ ആവശ്യപ്പെടുന്നു. നമുക്കറിയാം പൂർണ്ണത ക്രിസ്തുവിലാണെന്ന്. വിശ്വാസം വഴി രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ. അങ്ങനെ സ്വീകരിക്കാത്തവരുണ്ട്. അങ്ങനെ സ്വീകരിക്കാത്തവരൊക്കെ നശിച്ചു പോകും എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ദൈവത്തിന്റെ കൃപാകരമായ ശക്തിക്ക് സവിശേഷമായ ശേഷിയുണ്ട് അവരെയും രക്ഷിക്കാൻ എന്നുകൂടി നമ്മൾ കരുതണം. നമ്മൾ അല്ലാത്തവരെല്ലാം, കൂടെ കൂടാത്തവരെല്ലാം പൈശാചിക തിന്മയിലാണെന്നും അവരൊക്കെ നശിച്ചു പോകുമെന്ന് പറയുന്ന ഒരു ഏർപ്പാട് വാസ്തവത്തിൽ സഭാവിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ്. വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിൽ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്ന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സംവാദവും പ്രഘോഷണവും. പ്രമാണരേഖ 29 ഖണ്ഡിക. രക്ഷിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരും വ്യത്യസ്തമായ വിധത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി യേശുക്രിസ്തുവിന്റെ രക്ഷാകര രഹസ്യത്തിലാണ് പങ്കുചേരുന്നത്. ക്രിസ്ത്യാനികൾ വിശ്വാസം വഴി സത്യം അറിയുമ്പോൾ മറ്റുള്ളവരാകട്ടെ തങ്ങളുടെ രക്ഷയുടെ ഉറവിടം ക്രിസ്തുവാണെന്ന് അറിയാതെ ജീവിക്കുന്നു. രക്ഷയുടെ രഹസ്യം അവരിൽ എത്തിച്ചേരുന്നത് ദൈവത്തിനു മാത്രം അറിയാവുന്ന വഴികളിലൂടെ പരിശുദ്ധാത്മാവിന്റെ അദൃശ്യമായ പ്രവർത്തനത്തിലൂടെയാണ്. തങ്ങളുടെ രക്ഷകനെ അറിയാത്തപ്പോഴും അംഗീകരിക്കാത്തപ്പോഴും രക്ഷയുടെ ദാനം ദൈവം അവർക്കും നൽകുന്നു. ലോകത്ത് വിവിധ മതങ്ങൾ നിലവിലുണ്ട്. എല്ലാ മതങ്ങളും ഈശ്വരാന്വേഷണത്തിലാണ്. വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ച് നാം അന്വേഷണത്തിലല്ല, വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത മതങ്ങൾ ഈശ്വരാന്വേഷണത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അവയിലുള്ള സിദ്ധാന്തങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിലും അവയൊക്കെ പാടെ നിഷേധാത്മകമാണ് എന്ന ഭാവം സഭയ്ക്കില്ല. അവരുടെ നന്മയെയും അവയിലുള്ള ധാർമ്മിക മൂല്യങ്ങളെയൊക്കെ സഭ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ അവ സ്വീകരിക്കുന്ന അർത്ഥത്തിലല്ല. അവയെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അവ അന്വേഷണത്തിലാണ്. ദൈവാന്വേഷണം ഒരിക്കലും മോശമായൊരു കാര്യമല്ല. നമ്മെ സംബന്ധിച്ച് നമുക്ക് ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൽ ബോധ്യമുണ്ടായിരിക്കുന്നു. വെളിപ്പെട്ട ദൈവത്തെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്, നാം ആരാധിക്കുന്നത്. അവർ അപ്രകാരമല്ല. അതുകൊണ്ട് അവരൊക്കെ മോശക്കാരാണ് എന്ന് പറഞ്ഞു തള്ളുകയല്ല. അവരിലും നന്മയുടെ എല്ലാ അംശങ്ങളും നമുക്ക് കാണാൻ കഴിയും. ആ നന്മയുടെ അംശങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. ഇതര മതവിശ്വാസികളെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിനർത്ഥം
അവർ പറയുന്നതൊക്കെ നമ്മൾ സ്വീകരിച്ചു എന്നല്ല. അത്തരം ഒരു ബന്ധം നമുക്ക് നിലനിർത്തി പോകാൻ പറ്റണം. മതവിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമില്ലാത്ത അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ തള്ളിക്കളയല്ല, അവരോട് നമുക്ക് സംസാരിക്കാൻ കഴിവുണ്ടാകേണ്ടതാണ്. ഒരിക്കൽ നിരീശ്വരവാദിയായ ഒരു സഹോദരനെ കാണാനിടയായി. അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന് എനിക്കറിയാം, ഞാൻ ഈശ്വര വിശ്വാസിയാണെന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. ഞങ്ങൾ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ രണ്ടുപേർ സംസാരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്ന ഈ ബന്ധത്തിനകത്ത് ദൈവമുണ്ട്, ദൈവിക സാന്നിധ്യമുണ്ട്. ഈ ബന്ധത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഈ ബന്ധത്തിനകത്ത് നാം കാണാതിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റി. ഇപ്പോൾ സാധാരണഗതിയിൽ സ്നേഹം ശാസ്ത്രീയമായി അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത കാര്യമാണ്. അത് അളക്കാൻ ഒരു അളവുകോൽ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്കങ്ങനെ കാണാവുന്ന കാര്യമല്ലല്ലോ. അതിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. സത്യം എന്ന മൂല്യം നമുക്ക് കണ്ടെടുക്കാവുന്ന ഒന്നല്ലല്ലോ, അമൂർത്തമായ ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ട് അതില്ലാത്തതാണെന്ന് പറയാൻ കഴിയുമോ? കാരുണ്യം എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? അത് കാണാൻ കഴിയാത്തത് കൊണ്ട് തള്ളിക്കളയാൻ പറ്റുമോ? മനുഷ്യനോട് മനുഷ്യൻ പരസ്പരം ബന്ധം പുലർത്തുന്നതൊക്കെ ഈ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സത്യത്തിന്റെയും തലത്തിലല്ലേ? അങ്ങനെ ഒരു മൈത്രി നമുക്കിടയിൽ നിലനിൽക്കുമ്പോൾ ആ മൈത്രിയെ ക്രിസ്തുവായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ യുക്തിയെ അതുമായി കൂട്ടിവിളക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ നാം രണ്ടുപേരും വിശ്വാസത്തിൽ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ യുക്തിയെ വിശ്വസിക്കുന്നു, ആ യുക്തിയിലൂടെല്ലാം നോക്കിക്കാണുന്നു. ഞാൻ ആ യുക്തിയെ ക്രിസ്തുവായി തിരിച്ചറിയുന്നു. അതുകൊണ്ട് എന്റെ ബോധ്യത്തെ ഞാൻ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയില്ല, നിങ്ങളുടെ ബോധ്യത്തെ നിങ്ങൾ പിന്നിൽ അടിച്ചേൽപ്പിക്കുകയില്ല. നമുക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കാം സ്നേഹത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, എന്റെ ബോധ്യങ്ങളെക്കുറിച്ച് ഞാനും, നിങ്ങളുടെ ബോധ്യങ്ങളെക്കുറിച്ച് നിങ്ങളും. അവിടെ സൗഹാർദ്ദം നിലനിൽക്കുന്നു, വിദ്വേഷം ഉണ്ടാകുന്നില്ല. സാധാരണ കാണാറ് എപ്പോഴും നമ്മൾ വിശ്വാസം പറയുന്നവർ വിരുദ്ധ സ്വഭാവത്തിലുള്ളവരാണെന്ന് യുക്തിവാദികളായ ആളുകൾ ചിന്തിക്കുന്നു. അതേപോലെ യുക്തിവാദികളൊക്കെ മോശക്കാരാണെന്നും അവരൊക്കെ അറിവില്ലാത്തവരാണെന്നും നമ്മൾ വാദിക്കുന്നു. ഇങ്ങനെ പരസ്പരം യുദ്ധം ചെയ്തു പോകാനുള്ളതല്ല ജീവിതം. നമുക്ക് സംവാദാത്മകമായ ലോകമാണ് വേണ്ടത്. സംസാരിക്കാൻ കഴിവുണ്ടാകേണ്ടതുണ്ട്, നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. എല്ലാറ്റിനും ഉപരിയായി നമ്മുടെ സ്നേഹവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ജീവിതക്രമവുമെല്ലാം മറ്റുള്ളവർക്ക് താല്പര്യം ജനിപ്പിക്കുന്നതായി മാറുമ്പോൾ എന്താണ് അതിന്റെ പുറകിൽ സംഭവിക്കുന്നതെന്ന് അവർ ചിന്തിക്കാനിടയാവും. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാൻ കഴിയുക. നമ്മൾ എത്ര സ്നേഹത്തിലാണ് വർത്തിക്കുന്നത്. ഈ സ്നേഹം സാധാരണമല്ലല്ലോ, അസാധാരണമായിട്ടാണല്ലോ ഇയാൾ പ്രവർത്തിക്കുന്നത് എന്ന് ഒരാൾക്ക് തോന്നുമ്പോഴാണ് എന്റെ വിശ്വാസം എനിക്ക് പറയാൻ കഴിയുക. ഒരിക്കലൊരു വാഹന അപകടവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയും. അത് കാസർഗോഡ് അടുത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടം ഉണ്ടായപ്പോൾ നമുക്ക് GD എൻട്രി കിട്ടണം. അപ്പൊ GD എൻട്രി കിട്ടാൻ വേണ്ടി നമ്മൾ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപകടം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം ഒരു വലിയ കലാപം ആ ഭാഗത്തുണ്ടായി. പോലീസ് സ്റ്റേഷനെ ആക്രമിക്കുകയും അവിടുത്തെ പോലീസുകാരെയൊക്കെ മർദ്ദിക്കുകയും ചെയ്തു. അപകടം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ വലിയ സൗഹാർദ്ദത്തോടെ പെരുമാറി വണ്ടി കൊണ്ടുപോയി സ്റ്റേഷനിലിട്ടു. GD എൻട്രി എടുക്കാൻ ചെല്ലുന്ന സമയത്ത് സ്റ്റേഷന്റെ മുഖച്ഛായ തന്നെ മാറി. അവിടെ ഉള്ളതൊന്നും തലേന്നുണ്ടായ ആളുകളല്ല, പുതിയ ആളുകൾ വന്ന് ചാർജ് എടുത്ത് പോലീസുകാർ ആക്രമിക്കപ്പെട്ടതുകൊണ്ട് വേറെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പ്രതികളെ, ഫേസ്ബുക്കിലൂടെ വന്ന ഒരു ബന്ധാഹ്വാനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കലാപം ഉണ്ടായത്. അതിലെ പ്രതികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അകത്ത് ഭയങ്കര ചോദ്യം ചെയ്യലും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ബഹളമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ അവരുടെ സ്വീകരണ മുറിയിലിരുന്നു. അകത്ത് പോയിട്ടാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദർ മൈക്കിൾ അകത്ത് പോയി ഈ സ്റ്റേഷനകത്തിരിക്കുകയാണ്. GD എൻട്രി കിട്ടി ആ സമയമാകുമ്പോൾ ഞാൻ ചെന്ന് ഒപ്പിട്ട് വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ ബഹളമൊക്കെ കുറെ നേരം നടന്നു. ഒരു 3 മണിയോളം ഈ ബഹളത്തിൽ തന്നെയായിരുന്നു. ഒരു 3 മണിയൊക്കെ ആയപ്പോ ബഹളം തെല്ലൊന്ന് ശമിച്ചപ്പോ ഈ GD എൻട്രി എഴുതുന്ന സമയമായി. അപ്പൊ എന്നെ മൈക്കിൾ ഒന്ന് വിളിച്ചു. ഞാൻ അകത്തേക്ക് ചെന്നു. അങ്ങനെ ഞാൻ അകത്തേക്ക് ചെന്ന് അവരുമായി സംസാരിക്കുന്നതിനിടയ്ക്ക് അവിടെ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് ഈ ശാന്തത പഠിച്ചത്? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ അങ്ങനെ ചോദിക്കാൻ? അല്ലേ, ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു, ഇവിടെ ഈ GD എൻട്രി എഴുതിക്കാനായി ഇത്രയും നേരം കാത്തിരുന്നയാൾ ഒരു ചെറുപ്പക്കാരനാണ്. മൈക്കിളിനെ കുറിച്ചാണ്. ഒരു ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ ഇവിടെ ഇത്രയും ബഹളങ്ങളും കോലാഹലങ്ങളും ഉണ്ടായി, ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ബഹളം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും അക്ഷോഭ്യനായി ഇതിലൊന്നും ഭാഗവാക്കല്ലാതെ അവിടെ സ്വസ്ഥനായിരിക്കാൻ അയാൾക്ക് കഴിയുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ് ഉള്ളവരാണ്, ഒത്തിരി തിരക്കുള്ളവരാണ്, എപ്പോഴും പ്രതികൂലങ്ങൾ നേരിടുന്നവരാണ്, ഞങ്ങൾക്ക് മനഃശാന്തിയില്ല. ഇങ്ങനെ ശാന്തമായി വ്യാപരിക്കാൻ എങ്ങനെയാണ് കഴിയുക?
അപ്പൊ ഞാൻ എന്റെ വിശ്വാസം അവരോട് പറയാണ്, യേശുക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ചുറ്റുപാടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ വ്യാകുലചിത്തരല്ല. ഞങ്ങൾ ഏത് സാഹചര്യത്തിനകത്തും സംയമനം പാലിക്കാൻ പഠിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒട്ടും പ്രഘോഷിക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യം, ഒരു പോലീസ് സ്റ്റേഷനകത്ത് പോലീസുകാരോട് സുവിശേഷം പറയാനായിട്ട് അവസരം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മുടെ ജീവിതമാണ് നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള മാർഗമെന്ന് അറിയണം. ഏത് സാഹചര്യത്തിലും നാം വിശ്വാസത്തിൽ ആർജിച്ചെടുത്ത ബലം കൊണ്ട് ജീവിക്കുമ്പോൾ ലോകത്തോട് നമുക്ക് സുവിശേഷം പറയാൻ പറ്റും, ഓണാഘോഷത്തിനും പറയാൻ പറ്റും. അങ്ങനെ എല്ലാ സവിശേഷമായ സാഹചര്യങ്ങളിലും സാംസ്കാരിക ഉത്സവങ്ങളിലും എല്ലായിടത്തും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള അവസരങ്ങൾ നാം വിനിയോഗിക്കേണ്ടത് നമ്മുടെ സ്നേഹപ്രവൃത്തി വഴിയാണ്, സ്നേഹജീവിതം വഴിയാണ്. അതല്ലാതെ വിഭാഗീയത വളർത്തുന്ന ചിന്തകൾ വഴിയല്ല. മറ്റുള്ളവരെ നീക്കി നിർത്തിക്കൊണ്ട് നമുക്കത് പറയാൻ സാധ്യമല്ല. ആരെയും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് വിജയം നേടാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ആയിത്തീർന്നുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി സ്വജീവിതം അർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനാണ്. അതുവഴി സ്നേഹത്തിന്റെ ശക്തി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാനാണ്. ഇങ്ങനെ മറ്റുള്ളവരെ അംഗീകരിച്ചും അവരുമായി സൗഹാർദ്ദത്തിലായിരുന്നുകൊണ്ടും എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വത്തിക്കാൻ കൗൺസിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നും കത്തോലിക്ക സഭ തിരസ്കരിക്കുന്നില്ല. മറ്റു മതങ്ങളിലെ പല പ്രവർത്തന രീതികളും പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും സഭ അവയെല്ലാം ആത്മാർത്ഥമായ ബഹുമാനത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. കാരണം സർവ്വ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിന്റെ രശ്മി അവയിലെല്ലാം പ്രതിബിംബിക്കുന്നുണ്ട്. മതാന്തര സംവാദത്തിന്റെ നന്മകൾ സഭ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. സഭാധനയർ ഇതര മതാനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിനും ക്രൈസ്തവ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം. ഇതര മതങ്ങളിലുള്ള ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹ്യ സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് പരിരക്ഷിക്കുകയും സമൃദ്ധമാക്കുകയും ചെയ്യണം. ഇങ്ങനെ ഇതര മതങ്ങളുമായി മതവിശ്വാസികളുമായി സൗഹാർദ്ദത്തിലായിത്തീരുന്നതിനർത്ഥം എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നല്ല. സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. തനതായ കാഴ്ചപ്പാടും വ്യക്തമായ ബോധ്യവും വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ട്. ആ ബോധ്യങ്ങളെ ഒന്നും മറ്റൊന്നുമായി കൂട്ടിച്ചേർക്കാനോ വെള്ളം ചേർക്കാനോ ഒന്നും സഭ പഠിപ്പിക്കുന്നില്ല. നമ്മൾ സംവാദാത്മകമായ ലോകത്താണെന്നും വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നേറേണ്ടതാണെന്നും തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. എന്നുവെച്ച് അത് ഒരു അടഞ്ഞ വാതിലായി മാറാനല്ല, മറ്റുള്ളവരെ കേൾക്കാനും അവരുമായി സംസാരിക്കാനും സൗഹാർദ്ദം പുലർത്താനും നമുക്ക് കഴിയണം. അതേസമയം നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളെ ഹൃദയത്തിൽ ഉറപ്പിക്കാനും അതനുസരിച്ച് ജീവിതത്തെ നവീകരിക്കാനും ക്രമീകരിക്കാനും നമുക്ക് കഴിയണം എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. ഇതര മതവിശ്വാസികളുമായി ഒന്നിച്ചു ജീവിക്കുമ്പോൾ എന്ത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് സഭാപ്രബോധനം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. ഇതര മതാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവയിൽ തന്നെ രക്ഷാകരമാണോ? മറ്റു മതങ്ങളോട് തുറവിയുടെ മനോഭാവമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളതെങ്കിലും മറ്റു മതങ്ങളിലെ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവയിൽ തന്നെ രക്ഷാകരമാണെന്നോ രക്ഷയ്ക്ക് ക്രിസ്തുവും സഭയും ആവശ്യമില്ലെന്നോ സഭ പഠിപ്പിച്ചിട്ടില്ല. മറ്റു മതങ്ങളിൽ സുവിശേഷത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾക്ക് മാത്രമാണ് രക്ഷാകര മൂല്യമുള്ളത്. മറ്റു മതങ്ങളിലുള്ള രക്ഷാകര മൂല്യത്തിൻ്റെ സ്രോതസ്സും ക്രിസ്തു തന്നെയാണ്. എല്ലാ മതങ്ങളും ഒരുപോലെ രക്ഷാദായകങ്ങളാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല. അക്രൈസ്തവ മതങ്ങളിൽ പെട്ടവർക്കും നിത്യരക്ഷ സാധ്യമാണെന്ന പ്രബോധനത്തിന് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് അർത്ഥമില്ല. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഏകരക്ഷകനായ ക്രിസ്തുവിൽ തന്നെയാണ് നമ്മുടെ ബോധ്യം. നാം വിശ്വസിക്കുന്നത് അപ്രകാരം അയവില്ലാതെ തന്നെ ആകേണ്ടതാണ്. വിശ്വാസബോധ്യത്തിനകത്ത് ഒരു മായം ചേർക്കൽ സാധ്യമല്ല. എല്ലാം ഒരുപോലെയാണ്, എല്ലാം ഈശ്വര സങ്കല്പങ്ങളാണെന്ന് കരുതാൻ നമുക്ക് കഴിയില്ല. എല്ലാ സങ്കല്പങ്ങളും നിലനിൽക്കെ തന്നെ ക്രിസ്തുവാണ് സത്യമെന്ന ബോധ്യത്തിൽ ഉറയ്ക്കാൻ പറ്റണം. വെളിപ്പെട്ട ദൈവമാണ് ക്രിസ്തു എന്ന ബോധ്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകണം. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അത് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല, അത് ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ജീവിത നിലപാടുകൾ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക? നമ്മൾ സത്യമേ പറയൂ, നന്മയിലൂടെ ചരിക്കൂ, സ്നേഹത്തിലെ വ്യാപരിക്കൂ, നമ്മൾ ക്ഷമിക്കും എന്നൊക്കെ നമ്മൾ ലോകത്തോട് പ്രഘോഷിക്കുന്നത് ജീവിതം കൊണ്ടാണ്. ജീവിതം കൊണ്ടാണ് ക്രിസ്തുവിനെ അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റുക. അന്ത്യോക്യയിൽ വിശ്വാസികൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് അവരുടെ ജീവിതം കണ്ടുകൊണ്ടാണ്. ശിഷ്യന്മാരെ അടിക്കുമ്പോൾ അവർ തിരിച്ചടിക്കാത്തത് കൊണ്ടും പ്രതികരിക്കാത്തത് കൊണ്ടും പരിതപിക്കാത്തത് കൊണ്ടൊക്കെയാണ് വിശ്വാസികളാണ് അവരെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടത്. അപ്പൊ ലോകം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്, ജീവിത പ്രവർത്തനത്തിലൂടെയാണ്. അങ്ങനെ ജീവിതത്തെ സുവിശേഷമാക്കി മാറ്റാൻ കഴിയാതെ പോകുമ്പോഴാണ് നാം നിയമത്തിന്റെ വേലിക്കെട്ടുകൾ ഉണ്ടാക്കി എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി നമ്മളത് മാറ്റാൻ ശ്രമിക്കുന്നത്.
നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ് എന്ന ബോധ്യം അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. സാർവത്രികമാണ് നമ്മുടെ വിശ്വാസം. സാർവത്രികമായി നാം വിശ്വസിക്കുന്ന സ്നേഹത്തിൽ, ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോൾ ലോകത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ മൂല്യങ്ങളെ, ധാർമ്മിക മൂല്യങ്ങളെ മറ്റുള്ളവർക്ക് കൂടുതൽ ഉത്തേജകമായ അനുഭവമാക്കി മാറ്റാൻ കഴിയും. അങ്ങനെ പരിവർത്തനോന്മുഖമായ ഒരു ജീവിതം നമുക്ക് വ്യക്തിപരമായി എത്രത്തോളം നയിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് നാം പരിശോധിക്കേണ്ടത്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവവുമായി കൂട്ടായ്മയിലാകാൻ സാധ്യമല്ല. മറ്റെല്ലാ മധ്യസ്ഥരും അവയുടെ മധ്യസ്ഥതയും യേശുവിൻ്റെ തന്നെ മധ്യസ്ഥതയിൽ നിന്നാണ് അർത്ഥവും മൂല്യവും സ്വീകരിക്കുന്നത്. യേശുവിൻ്റെ മാധ്യസ്ഥത്തിന് പകരം നിൽക്കുന്നവയായി ഇവയെ മനസ്സിലാക്കാൻ സാധ്യമല്ല. മറ്റു മാധ്യസ്ഥങ്ങളുടെ രക്ഷാകര മൂല്യം അവ യേശുവിൻ്റെ അനന്യവും ഏകവുമായ മധ്യസ്ഥത്തിൽ പങ്കുകൊള്ളുന്നതുകൊണ്ടാണ് മറ്റു മധ്യസ്ഥരെ യേശുവിനോട് തുല്യതപ്പെടുത്താൻ സാധ്യമല്ല. കർത്താവായ യേശു എന്ന പ്രബോധനം എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിന് പരിമിതവും അപൂർണവുമായ സ്വഭാവമാണുള്ളതെന്നും അത് മറ്റു മതങ്ങളിൽ കാണുന്നതിൻ്റെ പൂരകമായിരിക്കാമെന്നുമുള്ള സിദ്ധാന്തം സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ്. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് രക്ഷാകര രഹസ്യത്തിൻ്റെ പൂർണ്ണമായ വെളിപാട് യേശുക്രിസ്തുവിൽ നൽകപ്പെട്ടിട്ടുണ്ട്. തന്മൂലം യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ചരിത്രപരമായ മുഴുവൻ സംഭവവും മാനുഷിക യാഥാർത്ഥ്യങ്ങളെന്ന നിലയിൽ പരിമിതമാണെങ്കിലും അവയുടെ കർത്താവ് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായ മനുഷ്യാവതാരം ചെയ്ത വചനത്തിലെ ദൈവിക വ്യക്തിയാണ്. ഇക്കാരണത്താൽ അവയ്ക്ക് ദൈവത്തിൻ്റെ രക്ഷാകര മാർഗങ്ങളിലൂടെ വെളിപാടിൻ്റെ അന്തിമത്വവും പൂർണ്ണതയുമുണ്ട്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് എന്ന ബോധ്യം നിലനിർത്തിക്കൊണ്ട് പെസഹ രഹസ്യത്തിൽ പങ്കുചേരാൻ എല്ലാവർക്കും അവസരമുണ്ട് എന്ന കാര്യം പഠിപ്പിക്കണമെന്ന് സഭ ആധുനിക ലോകത്തിൽ എന്ന ലേഖനത്തിൽ സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സകല മനുഷ്യരും ക്രിസ്തുവിന്റെ രക്ഷാകര രഹസ്യവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന് കൗൺസിൽ പഠിപ്പിച്ചു. ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാ മനുഷ്യർക്കും പെസഹ രഹസ്യവുമായി സംയോജിക്കാനുള്ള സാധ്യത പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. യേശുക്രിസ്തുവിലായിത്തീർന്ന നാം രക്ഷയെ തിരിച്ചറിഞ്ഞവരാണ്. ഇനി അങ്ങനെ തിരിച്ചറിയാത്തവരുണ്ട്. ഇതര മതങ്ങളിലുള്ള ആളുകൾ, അവര് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല. സ്വന്തമായ കുറ്റം കൊണ്ടല്ലാതെ ക്രിസ്തുവിനെ അറിയാതെ പോയവർ, തിരുസഭയെ അറിയാതെ പോയവർ, അവർ രക്ഷയുടെ വഴിയിലല്ല എന്നാണ് സാമാന്യമായ ധാരണ. അങ്ങനെയുള്ളവർ സ്വന്തം ധാർമ്മിക ബോധ്യങ്ങളിൽ ജീവിക്കുമ്പോൾ, അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അത് അവർക്ക് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറുമെന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്. അറിഞ്ഞ് നമ്മൾ വിശ്വാസബോധ്യത്തിൽ ഉറച്ചു ജീവിക്കുമ്പോൾ നാം പ്രാപിക്കുന്ന രക്ഷ അവർക്ക് വേണ്ടി കൂടിയാണ്. ഇനി അവരത് അറിയാതെ പോയതിന്റെ കുറ്റം നമ്മുടെ തന്നെയാണ്. നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിലുള്ള വൈകല്യമാണ് മറ്റുള്ളവർ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇടയാകാതെ പോയത്. നാം നമ്മുടെ കടമ നിറവേറ്റുന്നില്ല. നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നു. അങ്ങനെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ക്രിസ്തു അസ്പർശ്യനായി മാറുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിവില്ലാതെ പോകുന്നു. അത് അവരുടെ കുറ്റമല്ല എന്നാണ് സഭ പറയുക. അങ്ങനെയുള്ളവർ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അവർക്കും രക്ഷയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് തിരുസഭ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്നത്. ഇതര മതസ്ഥരുടെ രക്ഷയെക്കുറിച്ച് കൗൺസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നതാണ് ദൈവത്തിന്റെ അഭിലാഷം. സ്വന്തം കുറ്റം കൂടാതെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും അവിടുത്തെ സഭയെയും അറിയാതിരിക്കുകയും അതേസമയം ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുകയും മനസാക്ഷിയുടെ സ്വരത്തിലൂടെ പ്രകടമാകുന്ന ദൈവ തിരുമനസ് പ്രസാദപരത്തിന്റെ പ്രചോദനങ്ങൾക്കനുസൃതമായി നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യരക്ഷ പ്രാപിക്കാം. ചിലരും പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കാൻ കഴിയില്ല. ചുറ്റുപാടുകളൊക്കെ നമുക്കറിയാം. എന്തൊക്കെ വിഭജനങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. ജാതി കൊണ്ടുള്ള വിഭജനങ്ങൾ, മതം കൊണ്ടുള്ള വിഭജനങ്ങൾ, വർണ്ണം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, കുലമഹിമ കൊണ്ട് നിരവധിയായ മതിൽക്കെട്ടുകൾ തീർത്തൊരു സമൂഹത്തിനകത്താണ് നമ്മൾ ജീവിക്കുക. അങ്ങനെ ശ്രേണീകൃതമായ അസമത്വം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാവരുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ കഴിയുക എന്നത് പരമപ്രധാനമാണ്. അത്തരമൊരു ജീവിതത്തിലുള്ള സ്വർഗീയ പിതാവിന്റെ മക്കളാണ് നമ്മളെന്ന് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുക. എല്ലാവരോടും ഒരേപോലെ സഹവർത്തിത്വം നമുക്ക് പുലർത്താൻ കഴിയുമ്പോഴാണ് ജാതി മതഭേദങ്ങൾക്ക് അതീതമായ മാനുഷികമായ സ്നേഹത്തിന്റെയും മൂല്യത്തിന്റെയും ഒരു ലോകം പടുത്തുയർത്താൻ കഴിയുക. അവിടെയാണ് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ നമുക്ക് വ്യക്തമായി പ്രഘോഷിക്കാൻ കഴിയുക എന്ന് നമ്മൾ ഓർക്കണം. ജാതി, മതം, വർണ്ണം, ജീവിത നിലവാരം എന്നിവയുടെ പേരിൽ മനുഷ്യരോട് വിവേചനം കാണിക്കുന്നതിനെയും മനുഷ്യരെ ഞെരുക്കുന്നതിനെയും സഭ അപലപിക്കുന്നു. ഇതര മതസ്ഥരുടെ ഇടയിൽ സൗഹൃദം പുലർത്തുക, എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ ജീവിക്കാൻ യത്നിക്കുക. അപ്പോഴാണ് ക്രൈസ്തവർ
യഥാർത്ഥത്തിൽ സ്വർഗീയ പിതാവിന്റെ പുത്രരായിത്തീരുന്നത്. ഇത്രയേറെ ചർച്ചകളും വിവാദങ്ങളും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇവിടെ സ്വീകരിക്കുന്ന ഓണത്തെ എങ്ങനെയാണ്? അതൊരു സൗഹാർദ്ദത്തിന്റെ സന്തോഷത്തിന്റെ കാര്യമായിട്ടാണ്. അതിനപ്പുറം വിശ്വാസപരമായ ഒരു ആരാധനക്രമ സംബന്ധമായ ഒരു കാര്യമായി അതിനെ നമ്മൾ സ്വീകരിക്കുന്നില്ല. ദേവാലയത്തിനകത്ത് അത് കൊണ്ടുവന്ന് നമ്മുടേതാക്കി മാറ്റുമ്പോൾ വിശ്വാസികൾ മാത്രം അതിൽ പങ്കുചേരുന്നു. അവിടെ ഇതര മതസ്ഥരൊന്നും വരുന്നില്ല. അപ്പോ അതിന്റെ തനത് സ്വഭാവം തന്നെ നഷ്ടപ്പെടുന്നു. ഒരു സാമൂഹ്യ ആചാരം എന്ന നിലയ്ക്കുള്ള, സാംസ്കാരിക ആഘോഷം എന്ന നിലയ്ക്കുള്ള അതിന്റെ എല്ലാ പദവിയും അവിടെ നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നാം മറ്റുള്ളവരുമായി പങ്കുചേർന്ന് ജീവിക്കുകയും നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുകയും സൗഹാർദ്ദത്തിലാകുകയും ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് ഓണം പറയുന്നതെന്നാണ് സാമാന്യമായി വിശ്വാസികൾക്കുള്ള ബോധ്യം. അതിനകത്ത് ഇത്തരം വിഷമാലിന്യങ്ങൾ ചേർക്കുന്നത് വിശ്വാസത്തിന് അനുഗുണമായ കാര്യമല്ല, അത് പ്രബോധനപരമായ ഒരു കാര്യമല്ല, അത് സഭാവിരുദ്ധമായ ഒരു കാര്യം തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സഭ ആധുനിക ലോകത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയല്ല, എല്ലാവരോടും ചേർന്ന് ജീവിക്കാനാണ്. അങ്ങനെ എല്ലാവരോടും ചേർന്ന് ജീവിക്കുന്നതിലൂടെ സ്നേഹത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കാനാണ് നാം വിളിക്കപ്പെടുന്നത്. സ്നേഹമുള്ളിടത്ത് വിദ്വേഷമില്ല, അതേപോലെ തന്നെ ഒരു തിന്മയ്ക്കും കടന്നു വരാനും സാധ്യമല്ല. മനുഷ്യർ തമ്മിൽ സ്നേഹവും സൗഹൃദവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ഒരു ആഘോഷം എന്നതിനപ്പുറത്തേക്ക് വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു വ്യാഖ്യാനം ക്രൈസ്തവർ ഓണത്തിന് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓണം ഒരു സാംസ്കാരിക ആഘോഷം എന്ന രീതിയിൽ ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. നാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അക്രൈസ്തവ മതങ്ങൾ എന്ന രേഖ പഠിപ്പിക്കുന്നുണ്ട്. വിവേകത്തോടും വിശ്വാസത്തോടും കൂടി നമുക്ക് ജീവിക്കാൻ പറ്റണം, സത്യത്തിൽ ഉറച്ചു ജീവിക്കാൻ പറ്റണം. അതേസമയം സൗഹാർദ്ദം പുലർത്താനും നമുക്ക് കഴിയണം. അവരുടെ ധാർമ്മിക മൂല്യങ്ങളിൽ നന്മയായിട്ടുള്ളവയെ പരിപോഷിപ്പിക്കാനും സമൃദ്ധമാക്കാനും കൂടി നമുക്ക് കഴിയേണ്ടതാണെന്നാണ് ഈ രേഖ നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് കേട്ടു നോക്കാം. സഭാതനയർ ഇതര മതാനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം. ഇതര മതങ്ങളിലുള്ള ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹ്യ സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് പരിരക്ഷിക്കുകയും സമൃദ്ധമാക്കുകയും ചെയ്യണം. മതാന്തര സംവാദത്തിന്റെയും സംഭാഷണത്തിന്റെയും ലോകം പരിമിതപ്പെട്ടുകൂടുന്നാണ് സഭ പറയുക. നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയേണ്ടതാണ്. അതെങ്ങനെയാണ് പറയേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തെ ഉറച്ചു നിന്നുകൊണ്ടും അതേസമയം തന്നെ മറ്റുള്ളവരുമായി സൗഹാർദ്ദത്തിലായിക്കൊണ്ടാണ്. എതിർപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മനോഭാവത്തോടെയല്ല, അവരെല്ലാം മോശക്കാരെന്ന് ചെയ്തോടെയല്ല. കർത്താവായ യേശു എന്ന പ്രബോധന രേഖ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. മതാന്തര സംവാദവും വിജാതിരിടയിലുള്ള പ്രേക്ഷിത പ്രവർത്തനവും എല്ലാ കാലത്തും എന്ന പോലെ ഇന്നും പ്രസക്തമാണ്. അത് അത്യാവശ്യമാണ്. മതാന്തര സംവാദം സഭയുടെ സുവിശേഷവൽക്കരണ ദൗത്യത്തിന്റെ ഒരു ഭാഗമെന്ന നിലയിൽ വിജാതിയർക്കായുള്ള സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ്. മതാന്തര സംവാദത്തിലെ ഒരു മുൻവ്യവസ്ഥയായ സമത്വം, സൈദ്ധാന്തികമായ ഉള്ളടക്കത്തിന്റെ സമത്വത്തെയെല്ലാം സംഭാഷണത്തിൽ ഏർപ്പെടുന്നവരുടെ വ്യക്തിപരമായ മഹത്വത്തിന്റെ സമത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനായി തീർന്ന ദൈവമായ യേശുക്രിസ്തുവിന്റെ സ്ഥാനം മറ്റു മതസ്ഥാപകരുടെ സ്ഥാനത്തോട് തുല്യമാണെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. ഓണം ഒരു സാംസ്കാരിക ആഘോഷമായാണ് കേരളീയർ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ആഘോഷമായി മനസ്സിലാക്കിയിട്ടില്ല. ക്രൈസ്തവർ ഇത് ആഘോഷിക്കുന്നതും ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ഓണസദ്യയും ഓണക്കളിയും പൂക്കളങ്ങളും വടംവലി മുതലായ മത്സരങ്ങളും പുലിക്കളിയും എല്ലാം ഈ സാംസ്കാരിക ആഘോഷത്തിന്റെ ഭാഗം തന്നെയാണ്. മനുഷ്യർ തമ്മിൽ സ്നേഹവും സൗഹൃദവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ഒരു ആഘോഷം എന്നതിനപ്പുറത്തേക്ക് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം ക്രൈസ്തവർ ഓണത്തിന് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക ആഘോഷം എന്ന നിലയിൽ ഓണം ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കും. വിശ്വാസ പ്രഘോഷണ മേഖലയിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപകടകരമായ ചില കാര്യങ്ങളാണ്. നമ്മളെ വേർതിരിച്ച് മറ്റെല്ലാവരിൽ നിന്നും അകറ്റി നിർത്തി ഒരു സമുദായം എന്ന നിലയ്ക്ക് വളർത്തിക്കൊണ്ടുവരാനും മതമൗലികവാദത്തിൽ ഉറയ്ക്കാനുമാണ്. ഈ മതമൗലികവാദം ചെന്നെത്തുന്നത് വർഗീയവാദത്തിലാണെന്ന് ഓർക്കണം. നമ്മളൊരു മതസ്വരൂപമല്ല, മതാത്മകമായ ദർശനങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ സഭ എപ്പോഴും ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാകട്ടെ സാർവത്രികമായ കൂട്ടായ്മയാണ്, എല്ലാവരെയും കൂട്ടുചേർക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് സാംസ്കാരിക ആഘോഷങ്ങളെയും മറ്റുള്ള ജീവിതത്തെയും തള്ളിപ്പറയുകയോ നിരസിക്കുകയോ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത് സുവിശേഷത്തിന് തുരങ്കം വയ്ക്കുകയാണ്. സുവിശേഷം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? നമുക്ക് മറ്റുള്ളവരുമായി ചേർന്ന് ജീവിക്കുമ്പോൾ മാത്രമാണ്. അവരുടെ ആരാധനാഘോഷങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നില്ല. പ്രത്യേകിച്ചും വിശ്വാസപരമായ ഒരു കാര്യത്തെ അല്ല നമ്മൾ സ്വീകരിക്കുന്നത്. വിശ്വാസപരമായ കാര്യത്തിൽ നമുക്ക് ദൃഢതയുള്ളത് കൊണ്ട് നമുക്ക് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഭൂമിയിൽ വിഗ്രഹമൊന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നു. യേശു എല്ലാവർക്കും വേണ്ടിയാണെന്ന കാര്യത്തിലും സകല ജനതയുടെയും രക്ഷകനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആനുകാലിക ലോകത്ത്
ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന നാം ഓരോരുത്തരും, സഭയായി ജീവിക്കുന്ന നാം ഓരോരുത്തരും ഈ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തേണ്ടത് സ്നേഹമാണ്, സൗഹാർദ്ദമാണ്, പാരസ്പര്യമാണ്. ആ പാരസ്പര്യത്തിനകത്ത് വിശ്വാസബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ, അന്ധവിശ്വാസങ്ങളെയും എല്ലാത്തരം ഭയപ്പെടുത്തുന്ന തിന്മകളെയും അതിജീവിച്ച് മുൻപോട്ട് പോകാൻ, സ്നേഹത്തിൽ വ്യാപരിക്കാൻ ആത്മാവിന്റെ വലിയ പ്രകാശം നമുക്ക് ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.